തൃശൂർ കോർപ്പറേഷന്റെ ഒളരിക്കരയിലെ അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിലിനും സമീപത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിനും വീണ്ടും തകർച്ചാ ഭീഷണി. കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്. കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. പല സർക്കാർ സംവിധാനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളിലും അത് നമ്മൾ കാണാറുമുണ്ട്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അമ്പാടിക്കുളത്തിന് സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അമ്പാടിക്കുളം നവീകരിച്ചതിൻ്റെ ഭാഗമായി അമ്പാടിക്കുളത്തിന് തൊട്ട് ചേർന്നാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഇരുനില ബിൽഡിംഗ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. ആ അമ്പാടിക്കുളം നവീകരിച്ചതിൻ്റെ ചുമർ ഇടിഞ്ഞ് കുളത്തിലേക്ക് വീഴുകയും ആ 2 നില കെട്ടിടത്തിന് ഇപ്പോൾ അതും തകർച്ചാ ഭീഷണി നേരിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവം മാത്രമല്ല. ഇത് മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷം മുമ്പ്, കൃത്യം 2 വർഷം മുമ്പ് ഈ അമ്പാടിക്കുളം നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് 50 ലക്ഷത്തിൽ പരം രൂപയാണ് നിർമ്മാണം തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അഴിമതി ആരോപിച്ച് അന്ന് മതിലും അതുപോലെ തന്നെ വിരിച്ച ടൈലും ഒരുപാട് ഒലിച്ചു പോയിരുന്നു. വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത്? അമ്പാടിക്കുളം നവീകരണം കഴിഞ്ഞ ഭരണസമരകാലത്ത്, ഇടതുപക്ഷ ഭരണസമരകാലത്തുണ്ടായ വലിയൊരു പ്രൊജക്റ്റായിരുന്നു. അത് കുളം നവീകരണം പൂർത്തീകരിക്കപ്പെട്ട് ഏതാണ്ട് 1.5 വർഷക്കാലം മുമ്പ് കുളത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തന്നെ കുളത്തിലേക്ക് തന്നെ ഒലിച്ചുപോയി. അതായത് ടൈലിട്ട ഭാഗവും കൈവരിയൊക്കെ തന്നെ ഈ കാർ പാർക്ക് ചെയ്യുന്ന ഈ പ്രദേശം പൂർണ്ണമായിരിക്കും ഒലിച്ചു പോകുകയായിരുന്നു. അടിസ്ഥാനപരമായി ഒരു സാധാരണക്കാരന് തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഇത്ര വലിയൊരു കുളത്തിനെ ചുറ്റുമതിൽ കെട്ടുമ്പോൾ ബെൽറ്റ് ഇടുക എന്നത്, നമ്മുടെ നാട്ടുപുറത്ത് വീടുകളിൽ ഇപ്പോൾ ഒരു ബെൽറ്റ് ഇടുക എന്നൊരു സംവിധാനമുണ്ട്. അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ തകർന്നു, വീണ്ടും തകർച്ച തുടരുകയാണ്. അത് മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെ വാക്സിൻ എടുക്കാൻ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ്. എന്ത് ധൈര്യത്തിലാണ് അവർ അവിടേക്ക് കടന്നു വരിക? ഞാൻ പറഞ്ഞുള്ളൂ, 1.5 വർഷം ഒരു സൈഡ് പൂർണ്ണമായി കുളത്തിലേക്ക് ഒലിച്ചു പോവുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് കുളത്തിൻ്റെ 2ാമത്തെ ഭാഗം പൂർണ്ണമായി കുളത്തേക്ക് ഒലിച്ചു പോവുകയുണ്ടായി. ഇന്നലെ 3ാമത്തെ ഒരു പോർഷൻ, അതായത് നമ്മുടെ സോണൽ ഓഫീസിനോട് ചേർന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ചേർന്ന 3ാമത്തെ പോർഷൻ കൂടി ഇന്നലെ കുളത്തിലേക്ക് ഇതാണ്. ഇതുമായി അന്ന് തന്നെ പരാതി കൃത്യമായി തന്നെ നൽകിയിരുന്നതാണ്. ആ പരാതി റിപ്പോർട്ട് എനിക്ക് കഴിഞ്ഞ ഒരു 3 ദിവസക്കാലം മുമ്പാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് തുടർച്ചയാവുകയാണ്. ഇത് ഇത്തരം കരാറുകാരെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കരാറുകാർക്ക് ഇതിന് ബെൽറ്റ് പോലും ഇല്ലാതെ പണിയുന്ന എഞ്ചിനീയർമാരുടെ ഒരു അനുമതി അല്ലെങ്കിൽ ഒരു മേൽനോട്ടം വേണമല്ലോ. അല്ല, ഇതിൽ കരാറുകാരൻ്റെ വീഴ്ച എന്നതോടൊപ്പം തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അന്നേ തന്നെ 1.5 വർഷക്കാലം മുമ്പ് ഞാൻ ഉന്നയിച്ച ആരോപണം തന്നെയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പൊതുമരാമത്ത് വിങ് ആ ജനല തുറന്നാൽ കാണുന്ന സ്ഥലത്താണ് ഈ കാണുന്ന കുളം പണിതിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായും പൊതുമരാമത്ത് വിഭാഗത്തിന് വീഴ്ച പറ്റിയെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. കാരണം കൺമുമ്പിൽ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം ഓരോ മഴ പെയ്യുമ്പോഴും ഓരോ വർഷവും ഓരോ ഭാഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നു. വലിയ ആളപായം ഉണ്ടാകാത്ത ഒഴിച്ചാൽ വലിയ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ കേന്ദ്രം ഒരു ഭാഗം നമ്മളിപ്പോൾ ആ വഴി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നലെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും നമ്മളെല്ലാവരും ഇവിടെ കൗൺസിലർമാർക്ക് സ്ഥലം പരിശോധിച്ചു. ഇന്ന് കാലത്ത് പോലെ തന്നെ അടിയന്തരമായി അതിനെ ബലപ്പെടുത്തൽ പ്രവർത്തനം നടത്തും. അതെ, ഇത് കോർപ്പറേഷൻ നഷ്ടമുണ്ടാക്കിയാണ്. ഒരു കരാറുകാരന് പ്രവർത്തി നൽകി പൊതുമരാമത്ത് വിഭാഗവും കരാറുകാർ ശ്രദ്ധിക്കേണ്ട പ്രവർത്തനം ഇവിടെ അവതാളത്തിലാകുമ്പോൾ വീണ്ടും ഇവിടെ നിർമ്മാണം നടക്കുമ്പോൾ കോർപ്പറേഷൻ സാമ്പത്തിക നഷ്ടം വരികയാണ്. ഇതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഈ വിഷയം ഒരു അജണ്ടയായി തന്നെ കോർപ്പറേഷൻ്റെ കൗൺസിലേക്ക് കൊണ്ടുവരും. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് കോർപ്പറേഷൻ്റെ പണം, പൊതുജനങ്ങളുടെ പണം ഇത്തരത്തിൽ ഓരോ മഴ പെയ്യുമ്പോഴും കുളത്തിലേക്ക് തന്നെ ഒലിച്ചു പോകുന്നത് പൊതുജനങ്ങളുടെ പണമാണ്. കരാറുകാരൻ്റെ വീഴ്ച മാത്രമല്ല, ഇതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥരെയും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ മേൽനോട്ടം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമ്പാടിക്കുളത്തിന് സമീപം നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.